നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബാസ്മതി റൈസ്, ചിക്കൻ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്, ഉണക്കമുന്തിരി, നെയ്യ്, പെപ്പർ പൗഡർ, ബേ ലീവ്സ്, ഉപ്പ് ആവശ്യത്തിന്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ലെമൺ, കറി ലീവ്സ്, സവാള ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നത്, തൈര് ആവശ്യത്തിന്, കറുവാപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പൗഡർ. ഇനി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. പ്രഷർ കുക്കർ സ്റ്റൗവിൽ വെച്ച് ചൂടായി കഴിയുമ്പോഴേക്കും നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പം നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ബേ ലീവ്സ് ആഡ് ചെയ്യാം. അപ്പം കറുവായും ഏലക്കയും ഗ്രാമ്പും. ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്യാം. സവാളയുടെ പകുതി. ഇനി നന്നായിട്ട് വഴലാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയ ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചു വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് മൂത്ത് വരുന്നതിന് ഇളക്കി കൊടുക്കും. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലെ വെള്ളമൊക്കെ വറ്റുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വഴറ്റി ഒരു വിധം വഴറ്റിയെടുക്കാം. ഇപ്പം എല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ആഡ് ചെയ്യാം. കൊറിയാണ്ടർ പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ, ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യും. ഈ മസാല എല്ലാം കൂടി വഴറ്റിയെടുക്കുക. മസാലയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഫ്ലെയിം കുറച്ചിട്ട് വേണം നമുക്കിത് വേവിക്കാൻ. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ചിക്കനും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്യാം. നല്ല കട്ട തൈരാണ്. തൈരും കൂടെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
മസാലയും തൈരും എല്ലാം കൂടി ചിക്കനിലേക്ക് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേവാനായിട്ട് വെക്കാം. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വേവും. അതിന് ചെറിയ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. ഒരു ഹാഫ് വേവ് ആവുന്നവരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇവിടെ ചിക്കൻ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കൂടെ ആഡ് ചെയ്യാം. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇതൊരു ഹാഫ് വേവ് ആകുന്നവരെ മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഹാഫ് വേവ് ആയിട്ടുണ്ട്. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ചിക്കനൊക്കെ നന്നായിട്ട് നിരത്തി വെച്ച ശേഷം നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ബസുമതി റൈസ് ആഡ് ചെയ്യാം. ഇത് വെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്ത അരിയാണ്. അരിയൊക്കെ നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. ഇനി ഈ അരി വേവാനായിട്ട് വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് വേവാനായിട്ട് വയ്ക്കാം. പ്രഷർ കുക്കറിൽ അടച്ച് വെയിറ്റ് ഇട്ട് വേവാനായിട്ട് വയ്ക്കാം. ഇപ്പം നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സവോളയും കാഷ്യും ഒക്കെ വറുക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി. ഇനി അതിലേക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്യാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ സവോള ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂ ഉണക്കമുന്തിരിയും കൂടെ ആഡ് ചെയ്യാം. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഗാർണിഷ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളതാണ്. ബിരിയാണി ഗാർണിഷ് ചെയ്യുന്നതിന് ആവശ്യമായ സാധനങ്ങൾ നമ്മളിപ്പോൾ വറുത്തെടുക്കുന്നത്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ആയിട്ടുണ്ട്. കുക്കറിലെ പ്രഷറൊക്കെ പോയി നമ്മൾ ഓപ്പൺ ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ കൂടെ ആഡ് ചെയ്യാം. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാം. പതിയെ പതിയെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബിരിയാണി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം. രുചികരമായ ചിക്കൻ ബിരിയാണി തയ്യാറായി കഴിഞ്ഞു. ഇനി ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ്. ഇനി ഇതിന് സൈഡ് ഡിഷായിട്ട് സലാഡും ഉപയോഗിക്കാം.